അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറുമായി സൈബർ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ രാഹുലിന്റെ ഓഫീസിലെത്തിയാണ് തെളിവെടുപ്പ്. നാളെ വൈകിട്ട് 5 മണിവരെ രാഹുൽ പോലീസ് കസ്റ്റഡിയിലാണ്. പി സഫാൻ ചേരുന്നു. സഫാൻ, എന്തൊക്കെ നിർണായകമായ വിവരങ്ങളാണ്, ഡിജിറ്റൽ തെളിവുകളാണ് ഇനി ലഭിക്കാനുള്ളത്? എന്തൊക്കെയാണ് SIT നടപടികൾ? ധന്യ, നാളെ വൈകുന്നേരം 5 മണി വരെ രാഹുൽ ഈശ്വർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാഹുലിന്റെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിലായിരുന്നു ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ്, ഇദ്ദേഹം വീഡിയോ ചെയ്യാൻ ഉപയോഗിച്ചുള്ള മറ്റു ഡിജിറ്റൽ രേഖകൾ അടക്കം കണ്ടെത്തിയത്. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. ഈ വാഹനത്തിൽ നിന്ന് വീഡിയോ ചെയ്യും, ഈ ഓഫീസിൽ നിന്ന് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുക്കാൻ വന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട ലാപ്ടോപ്പ് ഈ ഓഫീസിലാണ്, ടെക്നോ പാർക്കിലെ, കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിലെ ഓഫീസിലാണെന്ന് വിവരം പോലീസിനോട് തന്നെ രാഹുൽ പരസ്യമായി പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ടെക്നോ പാർക്കിലെ ഓഫീസിലെത്തി രാഹുൽ ഈശ്വറിന്റെ തെളിവെടുപ്പ് നടത്തുന്നത്. ഈ ഓഫീസിൽ എത്തിക്കുമ്പോഴും നാടകീയമായിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഒന്നും പരിശോധനയിലൊന്നും കിട്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞ വാദങ്ങൾ എന്ന് പറയുന്നത് ഓഫീസിലാണ് ഈ ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഓഫീസിലാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറ കാണുമ്പോൾ ഇവിടുന്നൊന്നും പരിശോധനയിലൊന്നും കിട്ടിയിട്ടില്ല എന്നടക്കമുള്ള വാദങ്ങളും നാടകീയമായി തന്നെ ഈ പോലീസ് കസ്റ്റഡിയെ കൈകാര്യം ചെയ്യാനും തന്റെ ടീഷർട്ടിലെ മെൻസ് കമ്മീഷൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനുമൊക്കെ രീതിയിലാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കുകയും രാഹുൽ ചെയ്യുന്നത്. ഇന്ന് സൈബർ പോലീസിന്റെ അപേക്ഷയുടെ പശ്ചാത്തലത്തിലാണ് രാഹുലിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നാളെ 5 മണി വരെ കസ്റ്റഡിയിൽ എടുക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇനി പരിഗണിക്കുന്നത് തുടരുകയാണോ? ആരോഗ്യസ്ഥിതി എന്താണ്? ധന്യ, ഇപ്പോഴും നിരാഹാര സമരത്തിലാണ് എന്നാണ് രാഹുൽ പറയുന്നത്. വെള്ളം പോലും കുടിക്കുന്നില്ല, നിങ്ങൾ മാധ്യമങ്ങൾ പോലും വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ ഈശ്വർ വിളിച്ചു പറയുന്നത്. എന്നാൽ രാഹുൽ ഈശ്വറിനെ കാണുമ്പോൾ വളരെ ഊർജ്ജസ്വലനാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ മണിക്കൂറുകളായി താൻ വെള്ളം പോലും കുടിക്കാത്ത അവസ്ഥയിലാണെന്നാണ്. പക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കാനും തെളിവെടുപ്പിനോട് സഹകരിക്കാനൊക്കെ രീതിയിൽ അദ്ദേഹം വളരെ ഊർജ്ജസ്വരനായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പോലീസിനുമായിട്ട് നടന്നു പോകുന്നുണ്ട്, മാധ്യമങ്ങളോട് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ നാടകീയമായിട്ട് തന്നെയാണ് ഈ അറസ്റ്റും അതിനുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ധന്യ. ശരി സഫാൻ.